നമുക്ക് കിഴക്കൻ മേഖലയിൽ 64 സീറ്റാണുള്ളത്. പ്രധാനമായിട്ടും ബംഗാളും ഒഡീഷ പിന്നെ ആൻഡമാൻ. വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന, നമ്മൾ നോക്കിയാൽ തൃണമൂൽ കോൺഗ്രസിന് ഈ മമതാ ബാനർജിക്ക് ബംഗാൾ വിട്ട് പുറത്തു പോകാൻ പറ്റാത്തത് ആദ്യമായിട്ടായിരിക്കും. അത്ര വാശിയേറിയ മത്സരമാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒഡീഷയിൽ വ്യത്യസ്തമായ സാഹചര്യമുണ്ട്, അവിടെ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ആൻഡമാനാണുള്ളത്, ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് നമ്മുടെ ഒരു വിലയിരുത്തലിൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമുക്കിപ്പോൾ ഈ മേഖലയിൽ, ഈ കിഴക്കൻ മേഖലയിൽ 64 സീറ്റുണ്ട്. അതിനകത്ത് ഈ വളരെ ബംഗാളാണ് അതിൻ്റെ ഒരു ആകർഷണം എന്ന് പറയും. ഒഡീഷയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പിന്നെ ഇത്രനാൾ ഭരിച്ചിട്ടും, നീണ്ട കാലം ഭരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം ഇതായിട്ട് അവിടെ അനുഭവപ്പെടും. അപ്പോൾ ആദ്യവട്ട പിന്നെ ചർച്ചകളൊക്കെ പിന്നെ ഒഡീഷയും BJPയും ജഡിയും തമ്മിലുള്ള ചർച്ചകളൊക്കെ പരാജയപ്പെട്ടുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ വീണ്ടും അവർ മത്സരത്തിലേക്ക് പോവുകയാണ്. പല ഘട്ടങ്ങളിലും ഇവർ BJD സഹായിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് അവിടുത്തെ ഒരു പൊതുവെയുള്ള സാഹചര്യം. ഇനി നമുക്ക് ആൻഡമാനിൽ തുടങ്ങാം. ആൻഡമാനിലാണെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ മാറി മാറി വിജയിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സ്ഥലമാണ് പിന്നെ ആൻഡമാൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലൊരു പിന്നെ സാധ്യതയാണെങ്കിൽ ഇക്കുറി അത് BJPക്ക് വരേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ മാറി മാറി വരുമ്പോൾ ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും മത്സരം ഏതാണ്ട് ബലാബലം എന്നൊക്കെ പറയാവുന്നതാണെങ്കിൽ ഒരുപക്ഷെ ഇത്തവണ ആ സ്വഭാവമാണ് നിലനിർത്തുന്നതെങ്കിൽ BJPക്കുള്ള ഒരു സീറ്റ് മാത്രമാണ്, വളരെ നാമമാത്രമായ സീറ്റാണ്. 2 ബംഗാളാണ്. ബംഗാൾ അറിയാം, പറയേണ്ടതാണ്. ഇന്ത്യ മുഴുവൻ 42 സീറ്റുണ്ട്. 42 സീറ്റുകളാണ്. വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്, വളരെ പ്രധാനപ്പെട്ട ഭരണം ആർക്ക് എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബംഗാൾ. മാത്രമല്ല BJPക്ക് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം ഇത്തവണയുണ്ട് ആ മത്സരത്തിന്. ബംഗാളിന്റെ മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങളിൽ ഇന്ത്യയുടെ വളരെ വ്യത്യസ്തമായൊരു പിന്നെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകശ്രദ്ധയിലേക്ക് തലസ്ഥാനമായിരുന്നല്ലോ ഒരു കാലത്ത്. ലോകശ്രദ്ധയിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകുന്നതിൽ നല്ല പങ്ക് ബംഗാൾ വഹിച്ചിട്ടുണ്ട്. പിന്നെ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണം അത് തകർന്നടിയുന്നു. പോരാടി നിന്ന് മമത വിജയിക്കുന്നു. ഇപ്പോഴും പോരാട്ടവും മമതയ്ക്കൊട്ടും കുറഞ്ഞിട്ടില്ല. മമതയുടെ പേരിൽ ഇപ്പോൾ പിന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി മമത നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവർ പക്ഷേ നരേന്ദ്രമോദി പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അവിടെ ചെല്ലുമ്പോൾ ഈ അമിതമായ ന്യൂനപക്ഷ പ്രീണനത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു. അപ്പോൾ ആ അമിതമായ ന്യൂനപക്ഷ പ്രീണനമാണ് വാസ്തവത്തിൽ BJP നേതാക്കളെ കൊണ്ട് മറ്റു പലതും സംസാരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും വോട്ട് പെട്ടിയിലാക്കുക എന്ന തന്ത്രം മമത പയറ്റുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് വളരെ ചില അടികൾ അവർക്ക് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപക നിയമവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു വലിയ കേസ് ഇപ്പോൾ കോടതി കിടക്കുകയാണ്. അത് തിരിച്ചു കുത്തും. പിന്നെ ഈ അമിതമായ ന്യൂനപക്ഷ പ്രീണനം, പിന്നെ വോട്ട്, പിന്നെ ഒരു ഗുണ്ടായിസം, ഇങ്ങനെയുള്ള ചില സന്ദേശകാരി, അപ്പോൾ ഇത്തരം ഇഷ്യൂസൊക്കെ അവിടെ കിടക്കുകയാണ്. അതൊക്കെ വാസ്തവത്തിൽ പിന്നെ ആർക്ക് എങ്ങനെ പിന്നെ വോട്ട് പിന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇത് എങ്ങനെ, അവരുടെ പ്രതികരണം എങ്ങനെ എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ഇതാണ്. പക്ഷേ BJPക്ക് കഴിഞ്ഞ 18 സീറ്റ് അല്ലേ? 18 സീറ്റിൽ BJP ഉറപ്പായും പറയുന്നത് ഇക്കുറി ഈ 18 പിന്നെ നമ്മൾ മറികടക്കും. 26 വരെ പോകുന്നതാണ്. 26 സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയില്ല. അത്തരത്തിലുള്ള ഒരു പിന്നെ പോരാട്ടമാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് അവിടെ BJP കാഴ്ചവെക്കുന്നത്. അത് പല അർത്ഥങ്ങളിലും ബംഗാൾ പിടിക്കുക എന്ന് പറയുന്നത് അതിനകത്തൊരു സംഭവം. ഒരു സീറ്റാണെങ്കിലും ചില പ്രദേശങ്ങൾ BJP കൊണ്ടേ പോകുള്ളൂ എന്ന് പറയുന്നത് BJPയിലെ ഏതൊരു പാർട്ടിയായാലും അതിനുള്ള പ്രത്യേക ഒരു വാശിയാണ്. അപ്പോൾ അത്തരത്തിൽ ബംഗാൾ എന്ന് പറയുന്നത് പിടിച്ചടക്കും. ത്രിപുര 2 ഉള്ളൂ എങ്കിൽ പോലും ത്രിപുര അവർ രാഷ്ട്രീയമായ പ്രാധാന്യമാണ്. അപ്പോൾ 2 സീറ്റിന്റെ പ്രാധാന്യമല്ലത്, അതൊരു ഈറ്റില്ലമായ സ്ഥലമായിരുന്നു. അതിനെ ഇപ്പം ഞങ്ങളുടെ കൂടെയാണെന്ന് പറയാനുള്ളൊരു സംഭവം. അപ്പം അങ്ങനെയെങ്കിൽ 18 എന്ന് പറയുന്നത് ഇത്തവണ പിന്നെ മുന്നോട്ട് പോകും. നമുക്കൊരു നിഷ്പക്ഷമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഫലവത്താകാനുള്ള സാധ്യത, അങ്ങനെ ഫലവത്തായാൽ ഇത്തവണ 26ലേക്ക് വരെ കൂടായികയില്ല. പക്ഷേ നമുക്കിപ്പോൾ 26 ഒരു വലിയ ആന്തരിക സംഖ്യയിലേക്ക് നമ്മൾ ചിലപ്പോൾ പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടായിരിക്കും വരാം. അപ്പോൾ നമ്മുടെ സ്ഥിതി എന്ന് പറയും, നമ്മുടെ ഒരു വിലയിരുത്തലിനനുസരിച്ച് നമുക്ക് പരമാവധി കുറഞ്ഞാൽ എത്ര കുറയാം,
ലഭിച്ചാൽ എത്ര ലഭിക്കും, പരമാവധി ലഭിച്ചാൽ 20+ തന്നെ പോവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 18-ൽ ഇടികെട്ടാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഇപ്പോൾ BJPക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും നഷ്ടപ്പെടും എന്ന് പറയുന്ന സീറ്റിൻ്റെ എണ്ണത്തിൽ കുറച്ച് ഇവിടെ നിന്നും കൂടി കിട്ടും. അത് ടാലിയാക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതാണ് ബംഗാളിൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ തൃണമൂലിനപ്പോൾ എത്ര വരെ പോകാം? തൃണമൂലുണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെ പിന്നെ സംഗതി ഇതൊക്കെ ആണെങ്കിലും വീണ്ടും പിന്നെ ചുമപ്പ് പച്ച പിടിച്ച് വരുന്നൊരു ചെറുതായിട്ട് സാഹചര്യം ഉണ്ട്. ഇല്ല നമുക്ക് പിന്നെ കണ്ടടച്ച് പറയാണെന്നില്ല. അത് എപ്പോഴും വളരാവുന്ന ഒരു തിരി അവിടെ ഉണ്ട്. അപ്പോൾ അത് പച്ച പിടിച്ച് വരുന്നുണ്ട്. ഇത് കൃത്യമായി BJP മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മമത മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ചില സംഘർഷങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉടലെടുക്കാനുള്ള കാരണം. ചില ഗുണ്ടാരാജുവും ഒക്കെ അവിടെ വരുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ആ പണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മമതയോടൊപ്പമാണ്. അതൊരു ഇപ്പോൾ ഒരു ജീവിച്ചു പോകുക എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇക്കുറി വന്ന് നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും അപ്പോൾ കോൺഗ്രസും എനിക്ക് തോന്നുന്നില്ല അവിടെ എല്ലായിട്ടൊന്നും ചെയ്യാം. അധീർ രഞ്ജൻ ചൗധരി ഒക്കെ ചില പോക്കറ്റുകൾ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. അതിനകത്ത് വലിയതായിട്ടൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. BJP കൂടുതൽ സീറ്റ് പിടിക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്നത് നേരിട്ട് മമതയെ തന്നെയാണ്. അത് അവിടെ നിന്ന് തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോട്ടം മമതയ്ക്ക് കിട്ടും. പിന്നെ മമതയുടെ ഒരു മോഹമുണ്ട് ഇതിനകത്ത്. ഏതെങ്കിലും കാരണവശാൽ അതൊരു വൈൽഡ് ഡ്രീം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ കൂടിയും ഇപ്പോൾ പറഞ്ഞല്ലോ, ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ ഞാനുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ സഖ്യം ബംഗാളിലില്ല, പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു വാദമുയർത്തി മമത ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ അറിയാം, മമതയുടെ ഒരു ആദ്യത്തെ സംഭാവന പകരം ഇപ്പം ആറ് നിൽക്കുകയാണ് അവർ. ഒരുപക്ഷെ എങ്ങാണ്ട് ആണെയും പറഞ്ഞൊരു വൈൽഡ് ഡ്രീം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി മോഹം അതാണ് എങ്ങാണ്ട് കുറി തിരിഞ്ഞു വീഴുകയാണ്. അല്ലേ, അങ്ങനെ വരികയാണെങ്കിൽ വേറൊരു ആളില്ല. മമതയെ പോയല്ലോ, പിന്നെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ മോഹമുണ്ട്. ആ റേഞ്ചിലുള്ള അത്തരത്തിലുള്ള ഒരു ശ്രമം മമതയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് വരെ പോകാനുള്ള സാധ്യതയില്ല. പിന്നെ ആ സീറ്റിൽ കുറച്ചുകൂടി BJP കൊണ്ടുപോവുകയും BJPയുടെ നില മെച്ചപ്പെടുത്തുകയും ആണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതിനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്നത് ഏതാണ്ട് 18 സീറ്റ് എന്തായാലും കുറയില്ല. 18 എന്ന് പറയുന്ന സീറ്റിൽ നമുക്ക് കുറയാനുള്ള സാധ്യത ഒരു കാരണവശാലുമില്ല. കൂടിയാൽ നമുക്കൊരു 20+, 23 or 24 or 26 ഒക്കെ അത് സാഹചര്യങ്ങളനുസരിച്ചിരിക്കും. അതിനുള്ള പ്രവർത്തനം എന്തായാലും അവിടെ ഉണ്ട്. അത് പിന്നെ മിക്കവാറും സാധ്യമാകാനാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അത് തന്നെയാണ്. പിന്നെന്ന് പറയുന്നത് നമ്മൾ ഒഡീഷ അസംബ്ലിയും ലോക്സഭാ ഇലക്ഷനും നടക്കുന്നത്. അവിടെയും BJPക്ക് ഒരു കണ്ണുണ്ട്. എനിക്ക് തോന്നുന്നത് അസംബ്ലി ഇലക്ഷന് സ്വാഭാവികമായും ഈ ബിജു ജനതാദളിന്റെ പാർട്ടി തന്നെ അധികാരത്തിൽ വരും. കാരണം അദ്ദേഹം ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈവൻ ഭാഷ പോലും അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ആദ്യകാലത്ത് നേരിട്ടിരുന്നു. മാതൃഭാഷ അറിയാത്ത മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അതിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന്റെ പഠനവും വിദ്യാഭ്യാസ കാലഘട്ടവും അതും ഇതൊക്കെ ആർജിച്ചെടുത്തൊരു സംഭവം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അത് വളരെ പിന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒഡിയ ഭാഷ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. പിന്നെ ആൾക്കാരുടെ ഇടയിൽ സ്വാധീനമുണ്ട്, വിശേഷിച്ചും സ്ത്രീകളുടെ ഇടയിൽ സ്വാധീനമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും BJDക്ക് ഉള്ളിൽ ചില പിന്നെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അത് മുതലെടുത്താണ് പിന്നെ BJP മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നാളെ BJP അത് പിടിക്കും. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊക്കെ ചില ആരോപണങ്ങളും ആശങ്കകളും ഉണ്ട്, ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. ഈ പ്രായത്തിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് എത്ര കാലമാണ് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പക്ഷേ എങ്കിൽ കൂടിയും പിന്നെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നുണ്ട്, ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്, വിശേഷിച്ചും സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. പിന്നെ ഈ നിതീഷ് കുമാറും പിന്നെ ഈ നവീൻ പട്നായിക്കും ഒക്കെ ചില വിഷയങ്ങളിൽ ചില പോക്കറ്റ്സിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് ഭംഗിയായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതവർ നേടിക്കൊണ്ടാണ് ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ കാര്യങ്ങൾ വോട്ടാക്കി മാറ്റി അത് ജനോപകാരപ്രദമായ ചില നടപടികളും കൂടി ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ പിന്നെ മിടുക്കനാണ് അദ്ദേഹം. അപ്പോൾ പെട്ടെന്ന് നുഴഞ്ഞു കയറ്റം അതിനകത്ത് സാധ്യമല്ലെന്ന് BJPക്കും അറിയാം. ആദ്യവട്ട പിന്നെ സൗഹൃദ സംഭാഷണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പേ നടന്നതൊക്കെ പരാജയപ്പെട്ടു. ആ വെളിച്ചത്തിലാണ് ഇപ്പോൾ വാസ്തവത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു വീറും വാശിയോടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണോ? പക്ഷേ എങ്കിൽ കൂടിയും നാളെയും ഒരു കാലത്ത് പിന്നെ NDA അനുകൂല നിലപാട് അല്ല, അവര് തുടർച്ചയായി അതാണല്ലോ എടുക്കുന്ന പാർട്ടി തന്നെ. കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായി NDAക്ക് അനുകൂലമായി വലിയ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്തും അനുകൂല നിലപാടുകളാണ് അവിടെ തുടരാൻ തന്നെയാണ്. അതെ, 21 ലോക്സഭാ സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ 8 BJP കിട്ടി, 12 ബിജു ജനതാദളിന് കിട്ടി, കോൺഗ്രസിന് 1 ആയിരുന്നു.
ഈ യഥാർത്ഥത്തിൽ അവിടെ ഇപ്പം മത്സരം ബിജു ജനതാദളും ബി ജെ പിയും തമ്മിലാണ്. കോൺഗ്രസ് അവിടെ ഇല്ല. അതാണ്ട് അപ്രസക്തമാണ്. കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ പല ഭാഗങ്ങളിലും കോൺഗ്രസിന് സംഭവിക്കുന്ന അതേ ഒരു പിന്നെ ച്യുതിയാണ് വാസ്തവത്തിൽ ഒഡീഷയിൽ സംഭവിക്കുന്നത്. കാരണം ഈ ബി ജെ പിയുടെ ഈ അപ്രമാദിത്വത്തിനിടയിലും പിന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വത്തിനിടയിലും നുഴഞ്ഞു കയറാൻ എന്നൊക്കെയാണുള്ള ഒരു സാഹചര്യം അവിടെ കോൺഗ്രസിന് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സംഘടന പാടവും അവർക്ക് അവിടെ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ പിടിച്ച നമ്മൾ 26 സീറ്റ് അല്ലേ, 26 ഒരുപക്ഷെ 26 ബി ജെ പി പിടിച്ചിരുന്നത്. അല്ല, ഈ ഒഡീഷയില് ഞാൻ പറഞ്ഞു ബംഗാളും കൂടെ രണ്ടിടത്തും ഒഡീഷയിൽ പിടിച്ചിരുന്നത് 8 വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ 1-2 സീറ്റൊക്കെ കിട്ടിയേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 26 എന്ന് പറയുന്ന സീറ്റ് ഇക്കുറി വർദ്ധിക്കും. അപ്പോൾ അത് വർദ്ധിക്കുന്നത് പലയിടങ്ങളിലും നഷ്ടപ്പെടുന്ന ബി ജെ പി സീറ്റുകളെ കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊരു സാധ്യതയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ കിഴക്കൻ മേഖല എന്ന് പറയുന്നത് വ്യക്തമായി ബി ജെ പി വരും നാളുകളിലും സ്വാധീനം ഉറപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇക്കുറിയും ബി ജെ പി അവിടെ മേൽക്കൈ നേടുന്ന ഒരു സാഹചര്യമാണുള്ളത്.